അല്ല നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ ചിലവരുടെ അഭിപ്രായം അത് ഹേറ്റ് സ്പീച്ച് ആണെന്നായിരിക്കും. ഞാനത് ഇന്നലെ രാത്രി എന്നോട് ആരോ ചോദിച്ചു, മാധ്യമസുഹൃത്ത് തന്നെ ചോദിച്ചു. ഞാനത് ഇന്നലെ മൊത്തം ഞാൻ ബിസി ആയിരുന്നു, അപ്പോൾ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല കൊള്ള എല്ലാം നടക്കുന്ന സമയത്തും ഗുരുവായൂരിൽ കാശ് മിസ്സിങ് ആവുന്ന സമയത്ത് ഗുരുവായൂരിലൊരു വിശ്വാസിയായ ഒരു MLA വരണ്ടേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? അത് ഹേറ്റ് എങ്ങനെയായിപ്പോയി? ഈ പിന്നെ മുസ്ലിം ലീഗിൻ്റെ എന്താ അദ്ദേഹത്തിൻ്റെ പേരെന്താ, സാജിയോ, ജലീലല്ല, മറ്റേ മതമാണെന്ന് KM സാജി, പേരും ഓർമ്മയില്ല എനിക്ക്. KM സാജി മതമാണ് പറയുമ്പോൾ അതാണ് ഹേറ്റ് സ്പീച്ച്. ഇദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അതോട് സംസാരിച്ചിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലം, എനിക്കൊരു വലിയ അമ്പലമാണ്, ഞാൻ എല്ലാ കൊല്ലം പോകുന്നു, എല്ലാ മാസം പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു വിശ്വാസിയായ ഒരു MLA വന്നാൽ നല്ലതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൻ്റെ ഞാനൊരു പറയട്ടെ, ഒരു എക്സാമ്പിളായിട്ട് പറയണേ. ഇനിയിപ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. വാറ്റിക്കനിൽ മറ്റൊരു മതത്തിൻ്റെ ആരെങ്കിലും MP ആവാൻ പറ്റുമോ അവിടെ, സെനറ്റർ? അല്ലെങ്കിൽ മെക്കയിൽ ഒരു ഹിന്ദു ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ആവാൻ കഴിയുമോ? അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു. അതിൽ എങ്ങനെയാണ് ഹേറ്റ് സ്പീച്ച് ആവുന്നത്? നമ്മൾ ഇങ്ങനെ ഇൻടോളറൻ്റ് ആവാൻ പാടില്ല. ഇതിനെ കുറിച്ച് ഡിസ്കഷൻ നമുക്ക് നടത്താൻ ഒരു ധൈര്യം ഉണ്ടാവണം. ഇത് BJP പറഞ്ഞ എല്ലാം ഹേറ്റ് സ്പീച്ചും മതമാണ് പറഞ്ഞ് നടക്കുന്ന എല്ലാവരും ഭയങ്കര സെക്യുലറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എൻ്റെ അഭിപ്രായം. ഇത് രണ്ടും ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിനെ പെട്ടെന്ന് പോയി ചാടി അതിനെ ഹേറ്റ് സ്പീച്ച് ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു പ്രചരണം അല്ല, നമ്മൾ വേറെ മണ്ഡലങ്ങൾ എടുത്താലും പോപ്പുലേഷൻ അല്ല, അത് നോക്കൂ, അല്ല, അതിൽ ആരുടെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം. ഗോപാലകൃഷ്ണൻജി, ഞാൻ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം ആരുടെ എതിരെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് ശബരിമല കൊള്ള നടക്കുന്നു. ശബരിമല കൊള്ള നടക്കുമ്പോൾ വിശ്വാസികളെ സംരക്ഷിക്കാൻ ആരും ഇല്ല. സർക്കാർ, CPM, പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്, രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗുരുവായൂരിന്ന് എത്ര കോടി മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടി ഒന്നും പറയുന്നില്ല, സർക്കാർ ഒന്നും പറയുന്നില്ല, ആരെതിരെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗോപാലകൃഷ്ണൻജി പറഞ്ഞത് അവിടെ ഒരു MLA, വിശ്വാസിയായ ഒരു MLA വന്നാൽ നമുക്കെല്ലാവർക്കും നല്ലതല്ലേ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം, നിങ്ങളുടെ അഭിപ്രായം ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ അവകാശം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അദ്ദേഹത്തിനും അവകാശമുണ്ട്. അതല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ.